പണിമുടക്കിൽ പലയിടത്തും യാത്രക്കാർ വല്ലാതെ വലഞ്ഞു. ചില പ്രതികരണങ്ങൾ കണ്ടാൽ നമുക്ക് തന്നെ ഷോക്കാകും. ഇനിയിപ്പോൾ പോകാനായിട്ട് യാതൊരു മാർഗ്ഗമില്ലാത്ത അവസ്ഥയിലാണ്. ഇത്രയും ഗൗരവമാണെന്ന് അറിയില്ലായിരുന്നു. ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ 2-3 വണ്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ യാത്രക്കാർക്ക് പോകാമായിരുന്നു. ഇന്നിപ്പോൾ ഒരു ചായ പോലും കിട്ടാനായിട്ട് ഇന്ന് തീണ്ടാത്ത അവസ്ഥയില്ല. ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ അസുഖമുള്ള ഒരാളാണ്. കണ്ണ് കാണിക്കാനായിട്ട് ഇന്ന് ചെല്ലാമെന്ന് പറഞ്ഞ ഡോക്ടർ. ഇത്ര അവസ്ഥയല്ല. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ അറിഞ്ഞത്. പിന്നെ അതാണ് പ്രശ്നമായിപ്പോയത്. അവിടെ നാട്ടിൽ നിന്ന് വണ്ടി വരുന്നതിനും ബുദ്ധിമുട്ട്. വണ്ടി ഇങ്ങനെ പ്രശ്നങ്ങളാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സർവീസ് ഉണ്ട്, പമ്പയ്ക്കുള്ള സർവീസ് മാത്രമേ തൽക്കാലം ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. വീട്ടിലേക്ക് വിളിച്ച് വണ്ടി വരാൻ പറ്റുന്നെങ്കിൽ ശ്രമിക്കുന്നുണ്ട്. മറ്റു പ്രശ്നങ്ങളില്ലെങ്കിൽ വണ്ടി വരാൻ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വൈറ്റില ഹബില വെള്ളം പോലും കുടിക്കാൻ മാർഗമില്ല, ഒരു ചായ പോലും കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞ ആ വയോധികനായ മനുഷ്യനെ പോലീസ് സംവിധാനം സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേ അവിടെ തന്നെ വൈറ്റില ഹബിൽ തന്നെ ഇപ്പോഴും ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ അതൊന്ന് പോലീസ് അന്വേഷിച്ചാൽ നന്നായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.